ഹലോ, ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ചെമ്പനീർ പൂവില് ഇപ്പോൾ സച്ചി എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ്. സച്ചി ഒരു കുടികാരനാണ് എന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. ഈ സ്വന്തം വീട് മാത്രമല്ല, ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഇപ്പോൾ സച്ചി അങ്ങനെയാണ് കാണുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിലെ യഥാർത്ഥത്തിൽ ആന്റണിയും കൂട്ടുകാരും ആയിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ഈ ഒരു പ്രശ്നത്തോടു കൂടി സച്ചിയും രേവതിയും അകലുമോ എന്ന് കൂടി നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ വലിയൊരു വേദന തന്നെയാണ് ഇപ്പോൾ സച്ചി അനുഭവിക്കുന്നത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാതെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കുറ്റക്കാരനായിട്ട് മാറുന്ന ഒരു അവസ്ഥ, അതൊട്ടും സഹിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് ഇപ്പോൾ സച്ചി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരനായി മാറി. അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാതെ കാർ ഓടിച്ച് വരുന്ന സമയത്താണ് തൻ്റെ കാർ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് പോലീസുകാർ ശ്രമിച്ചത്. എന്നാൽ എന്തിനാണെന്ന് സച്ചി ചോദിക്കുമ്പോൾ, നീ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുവാണല്ലേ, നീ കാരണം മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാകും എന്നൊക്കെ പോലീസുകാർ പറഞ്ഞു. എന്നാൽ ഞാൻ കുടിച്ചിട്ടില്ല, ഇപ്പോഴും ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കത്തുമില്ല, രാവിലെ കുടിക്കാറുമില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സച്ചി പോലീസുകാരോട് പറഞ്ഞു. എന്നാൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല. ആ ഒരു വീഡിയോ തെളിവായത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അവർക്ക് അറിയണ്ട. ആ ഒരു വീഡിയോയാണ് അവർക്ക് യഥാർത്ഥത്തിൽ തെളിവ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം ഇങ്ങനത്തെ ഓരോ വീഡിയോസും, അല്ലെങ്കിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ആണെന്നും നമുക്ക് പറയാൻ പറ്റും. അതിന്റെ കാരണം സച്ചി അവിടെ കുടിച്ചില്ല. അവിടെ തനിക്ക് ഓട്ടം വന്ന അവർക്കൊപ്പം അവിടെ ബാറിനകത്ത് കയറി ഇരുന്നത് മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അല്ലാതെ താൻ കുടിച്ചില്ല. എന്നാൽ സച്ചി അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുടിച്ചതാണെന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് വരുത്തി തീർത്ത് അതിലൊരു വോയിസ് ഓവർ കൂടി കൊടുത്തപ്പോൾ അതിൽ പിന്നിൽ നടന്ന സത്യം എന്താണെന്ന് ആർക്കും അറിയണ്ട. പകരം ആ വീഡിയോയ്ക്കുള്ളിൽ എന്താണോ നടക്കുന്നത് അതാണ് ശരിയെന്ന് എല്ലാവരും വിശ്വസിച്ചു. ഒരൊറ്റ നിമിഷം കൊണ്ട് സച്ചിയെ എല്ലാവരും ഒതുക്കി നിർത്തി. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തി. അങ്ങനെ സഹിക്കാൻ പറ്റാതെ സച്ചിക്കും എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ നീ കുടിക്കുന്ന വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായെന്നും അതുകൊണ്ട് നീ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പോലീസുകാർ പറഞ്ഞു. സച്ചിയുടെ ലൈസൻസ് എല്ലാം പിടിച്ചു വാങ്ങിച്ചു. എന്നിട്ട് സച്ചിയുടെ ലൈസൻസ് കട്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഒപ്പം തന്നെ സച്ചിയുടെ വണ്ടിയും അവർ പിടിച്ചെടുത്തോണ്ട് പോയി. സച്ചി വണ്ടിയുടെ പിന്നാലെ കുറെ ഓടി തന്റെ ഭാര്യ തനിക്ക് വാങ്ങിച്ചു തന്ന വണ്ടിയാണെന്നും കൊണ്ടുപോകരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ സച്ചി വിളിച്ചു പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല. സങ്കടത്തോടുകൂടി സച്ചി തിരികെ വീട്ടിലോട്ട് പോകുവാണ്. എന്നാൽ ഈ സമയത്ത് സംഭവങ്ങളെല്ലാം അറിഞ്ഞ്, അത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ രേവതിയുടെ മുന്നിലേക്ക് ചന്ദ്രമതി ചാടി വീണു. എന്നിട്ട് എല്ലാത്തിനും പിന്നിൽ രേവതിയാണ് കാരണക്കാരി എന്ന് ചന്ദ്രമതി വരുത്തി തീർത്തു. സച്ചി കുടിക്കാൻ കാരണം രേവതിയാണ്. സച്ചി കുടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റു ചെയ്തു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ ഒരുപാട് ചന്ദ്രമതി കുറ്റം പറഞ്ഞു. അവിടെ രേവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർഷം സംസാരിച്ചുവെങ്കിലും അത് കേൾക്കാനായിട്ട് ചന്ദ്ര തയ്യാറായിരുന്നില്ല. ഈ ഒരു അവസരം മുതലാക്കി ശ്രുതിയും സുധിയും കൂടി രേവതിയെ കുറ്റപ്പെടുത്തി. ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് സഹിച്ചില്ല. ഒപ്പം തന്നെ എൻ്റെ ഭർത്താവ് സുധി ഇതേപോലെ ജോലിക്ക് പോകാതെ നിന്നപ്പോൾ ആ ഒരു പാർക്കിലെ വീഡിയോസ് ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത സമയത്ത് നിന്റെ ഭർത്താവ് ഒരുപാട് കുറ്റം പറഞ്ഞതാണ്. സുധി ഓടിപ്പോയി കല്യാണം കഴിച്ചവനാണ്, അല്ലെങ്കിൽ പൈസ തട്ടിയെടുത്തോണ്ട് പോയവനാണ്, അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നിന്റെ ഭർത്താവ് നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറയുന്നു, സച്ചി നല്ലവനാണെന്നൊക്കെ നീ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്ത് പറയുന്നു എന്ന് പറഞ്ഞ അവസരം മുതലാക്കി സച്ചിയെ കുറ്റപ്പെടുത്താനായിട്ട് അവരും ശ്രമിച്ചു. എന്നാൽ കുറേ നേരം സഹിച്ചു നിന്ന് രേവതി പിന്നെ ആയപ്പോ രേവതിക്ക് സഹിച്ചില്ല. രേവതി പറഞ്ഞു, ഞാൻ മാത്രമല്ല, ചന്ദ്രമതി ഒരൊറ്റ കാര്യം പറഞ്ഞതിലാണ് രേവതിക്ക് ദേഷ്യം കൂടിയത്. ഇനി മുതൽ നിന്നെ പൂക്കാരി രേവതി എന്നല്ല വിളിക്കാൻ പോകുന്നത്, കുടികാരന്റെ ഭാര്യ രേവതി എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ രേവതിക്ക് സഹിച്ചില്ല.
എന്നെ കുടികാരന്റെ ഭാര്യ എന്ന് വിളിക്കുവാണെങ്കിൽ അമ്മയെ കുടികാരന്റെ അമ്മ എന്ന് വിളിക്കും. കാരണം സച്ചേട്ടന്റെ ഈ സച്ചേട്ടൻ ഇങ്ങനൊരു അവസ്ഥയിൽ എത്താൻ കാരണം അമ്മയാണെന്നും സ്വന്തം മക്കളെ രണ്ടുപേരെ നല്ലതുപോലെ വളർത്തി, പക്ഷേ ഒരാളെ മാത്രം ഒതുക്കി നിർത്തി. അത് സച്ചേട്ടനെ നല്ലപോലെ വളർത്തിയില്ല, സച്ചേട്ടന്റെ കാര്യങ്ങൾ നോക്കിയില്ല. എന്നിട്ട് സച്ചേട്ടൻ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് എല്ലാത്തിനും പിന്നിൽ അമ്മയാണെന്ന് കൂടി രേവതി പറഞ്ഞു. എന്നാൽ രേവതിയെ കുറ്റപ്പെടുത്താനായിട്ട് നോക്കിയപ്പോൾ വർഷ രേവതിയെ സപ്പോർട്ട് ചെയ്തു. ഒപ്പം തന്നെ രവീന്ദ്രനും രേവതിയെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ചന്ദ്രമതിക്കൊന്നും പറയാൻ പറ്റാതെ നിൽക്കുന്ന സമയത്തായിരുന്നു വർഷയുടെ അമ്മ മഹിമ ചന്ദ്രമതിയെ വിളിച്ചത്. ചന്ദ്രമതിയെ വിളിച്ചതിന് ശേഷം സച്ചി കാണിച്ച ഈ ഒരു തോന്നിവാസത്തിന് നീയാണ് എല്ലാത്തിനും കാരണമെന്നും ഇനി ഉടൻ തന്നെ നിങ്ങളുടെ വീടിന് മുന്നിലേക്ക് പത്രക്കാർ വരും, എന്നിട്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട് പത്രക്കാർ വരുമെന്നും ഇത് വലിയൊരു പ്രശ്നമാകുമെന്നും കേസാകുമെന്നും നിന്നെ ഇനി സച്ചിയുടെ അമ്മ എന്നല്ല, നിന്നെ ഇനി കുടികാരന്റെ അമ്മ എന്നായിരിക്കും എല്ലാവരും വിളിക്കാൻ പോകുന്നത് എന്നൊക്കെ മഹിമ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിരുന്ന സമയത്ത് വർഷ മഹിമയുടെ ആ ഒരു കോള് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് നല്ല വഴക്ക് കൊടുത്തെങ്കിൽ പോലും മഹിമ കൂടി കളിയാക്കിയപ്പോൾ, മഹിമ കൂടി കുറ്റപ്പെടുത്തിയത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതി പൊട്ടി പൊട്ടി കരയുവാണ്. ഇത്രയും നാളും എല്ലാവരും നല്ല അഭിമാനത്തോടു കൂടി നോക്കി, എന്നാൽ ഇനി എന്നെ ഒരു മോശപ്പെട്ട ഒരാളായിട്ട് എന്നെ കാണത്തുള്ളൂ, എല്ലാത്തിനും കാരണം സച്ചിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചന്ദ്രമതി പൊട്ടിക്കരഞ്ഞു. ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ചന്ദ്രമതി അവിടെ നിന്നത്. എന്നാൽ രേവതിക്കും സഹിച്ചില്ല, തന്റെ ഭർത്താവ് ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ രേവതി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് വർഷയും ശ്രീകാന്തും വന്ന് രേവതിയെ സമാധാനിപ്പിച്ചു. എന്നാൽ സച്ചേട്ടൻ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. സച്ചേട്ടൻ കുടിക്കത്തില്ലായിരുന്നു, കുടിക്കുന്നതെല്ലാം വിട്ടതാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. സച്ചേട്ടൻ ഇപ്പോൾ കുടിച്ചിരിക്കുവാണ്. ഇനി വീണ്ടും സച്ചേട്ടൻ പഴയതുപോലെ ആകും, ഇനി നന്നാവത്തില്ല, ഇനിയും വീണ്ടും വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് വീണ്ടും രേവതി സച്ചിയെ കുറ്റപ്പെടുത്തി. എന്നാൽ സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്നും തിരിച്ചറിയാനായിട്ട് രേവതി തയ്യാറായിരുന്നില്ല. അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം സച്ചിയെ കുറ്റപ്പെടുത്തിയിരുന്നെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒന്നും അറിയാതെ ആ ഒരു വീഡിയോ കണ്ടിട്ട് പലരും പറയുന്നത് കേട്ടിട്ട് സ്വന്തം ഭർത്താവ് കുറ്റക്കാരനാണ് എന്ന് രേവതി വിശ്വസിച്ചു. അത് തന്നെയാണ് രേവതിയുടെ അവിടത്തെ തെറ്റെന്ന് പറയുന്നത്. പക്ഷെ സച്ചിയാണെങ്കിലോ എല്ലാം നഷ്ടപ്പെട്ട് തിരികെ വീട്ടിലെത്തിയപ്പോൾ സച്ചിയുടെ മനസ്സിൽ ആര് ഈ വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇട്ടത് എന്ന് എനിക്കറിയത്തില്ല, ആര് പോസ്റ്റ് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആര് പോസ്റ്റ് ചെയ്താലും എൻ്റെ അച്ഛനും എൻ്റെ ഭാര്യയും എന്നെ വിശ്വസിക്കും. അവര് ഒരിക്കലും എന്നെ തെറ്റ് പറയത്തില്ല. അവർക്ക് അറിയാം ഞാൻ ആരാണ്, ഞാൻ എന്താണെന്ന്. അതുകൊണ്ട് അവരെന്നെ വിശ്വസിക്കും എന്ന് സച്ചി ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് വീടിനകത്തേക്ക് പോകുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ താൻ വിചാരിച്ച കാര്യങ്ങളല്ല അവിടെ സംഭവിക്കുന്നത്. തൻ്റെ ഭാര്യയും അച്ഛനുമാണ് ഏറ്റവും കൂടുതൽ തന്നെ വെറുക്കുന്നത്. തന്നെ വിശ്വസിക്കാത്തത് അവരാണെന്ന സത്യം സച്ചി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സച്ചിയുടെ നെഞ്ച് തകർന്നു പോകും. അതോടുകൂടി സച്ചി വേണമെങ്കിൽ ആ വീടെല്ലാം ഉപേക്ഷിച്ച് പടിയിറങ്ങി പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.